ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സ്വാദുള്ള ചേന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ ഞാൻ ചേനയുടെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ചേന മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിന് നല്ല ചൊറിച്ചിലായിരിക്കും. അതില്ലാതിരിക്കാനായിട്ട് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ ചേനയുടെ ചൊറിച്ചിലിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ചേന അരിയുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിച്ചാലും നമുക്ക് ചൊറിച്ചിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. ചേന ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ചേന വേവാതിരിക്കാം. അതുകൊണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേന ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേന ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചേന ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു സവാള നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിരകിയ തേങ്ങയായാലും കുഴപ്പമൊന്നുമില്ല. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇത്രയും സാധനങ്ങളാണ് മെഴുക്ക് പുരട്ടിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടു അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേന വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തതുകൊണ്ട് ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നില്ല.
പൊടികളുടെ പച്ചമണം മാറിയാൽ നമുക്ക് ചേന അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ചേനയും മസാലയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചേന മെഴുക്കുപുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ ചേന മെഴുക്കുപുരട്ടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ ചേന മെഴുക്കുപുരട്ടിക്ക്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.